മഹാരാഷ്ട്ര സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അമിത്ഷായുടെ വസതിയിൽ യോഗം തുടങ്ങി. ദേവേന്ദ്ര ഫട്നാവിസ്, ഏക്നാഥ് ഷിൻഡെ, അജിത് പവാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുകയാണ്. ബിജെപിയുടെ തീരുമാനത്തെ അംഗീകരിക്കുമെന്ന് ഏക്നാഥ് ഷിൻഡെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അർജുൻ പീതാംബരൻ നൽകും വിവരങ്ങൾ. അർജുൻ, ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയാകണമെന്നതാണ് പാർട്ടിയിൽ ഉയർന്നു കേൾക്കുന്ന ഒരു ആവശ്യം. അതോടൊപ്പം ഈ സർക്കാർ രൂപീകരണത്തിന്റെ ആ ഒരു ഫോർമുല അതെങ്ങനെയായിരിക്കും? ചന്ദ് ഇതിനോടകം തന്നെ ഏകദേശം സമവായത്തിലെത്തിയിട്ടുണ്ട്. ദേവേന്ദ്ര ഫട്നാവിസ് തന്നെ മുഖ്യമന്ത്രിയാകുന്നുള്ള കാര്യം അത് ഏക്നാഥ് ഷിൻഡെയും അതുപോലെ തന്നെ ശിവസേന ഷിൻഡെ വിഭാഗവും അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ മഹാരാഷ്ട്രയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. എന്തായാലും ഇതിന്റെ അന്തിമഘട്ട ചർച്ച എന്ന നിലയിലാണ് ബി.ജെ.പി കേന്ദ്ര നേതൃത്വം ഇരു നേതാക്കളെയും വിളിച്ചത്. അമിത്ഷായുടെ വസതിയിൽ വെച്ച് യോഗം തുടങ്ങിയിട്ടുണ്ട്. ഈ സർക്കാർ രൂപീകരണ ഫോർമുല, അതായത് ശിവസേനയ്ക്ക് ഏതൊക്കെ പദവികൾ, ആരൊക്കെ ഉപമുഖ്യമന്ത്രിയാവും, മറ്റ് പദവികളിലേക്ക് എത്തുന്ന മറ്റ് ഈ മഹാരാഷ്ട്ര ക്യാബിനറ്റിൽ ഉണ്ടാകുന്ന മന്ത്രിമാർ ആരൊക്കെ, ഏതൊക്കെ കക്ഷികൾക്ക് എത്രയൊക്കെ സീറ്റ് എന്നുള്ള കാര്യങ്ങളിലടക്കമുള്ളൊരു അന്തിമഘട്ട ചർച്ചയാണ് ഇന്ന് നടക്കുന്നത്. പ്രത്യേകിച്ചും ഒരു ഫോർമുല എന്ന നിലയിൽ ഓരോ പാർട്ടിയും ജയിച്ച 7 സീറ്റുകൾക്ക് ഒരു മന്ത്രി ക്യാബിനറ്റിൽ എന്ന നിലയ്ക്ക് ഒരു ഫോർമുല മഹാരാഷ്ട്രയിൽ നേരത്തെ തന്നെ എത്തിയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മന്ത്രിപദം എന്തായാലും ബി.ജെ.പി തന്നെയാണ് ലഭിക്കുക. 2ാം സ്ഥാനത്ത് ശിവസേന ഷിൻഡെ വിഭാഗം, 3ാം സ്ഥാനത്ത് എൻ.സി.പി അജിത് പവാർ പക്ഷമാണ്. എന്തായാലും ഈ സത്യപ്രതിജ്ഞാ തീയതി അടക്കം അത് ഒരു പക്ഷേ നാളെ വൈകിട്ടോ മറ്റന്നാളോ എന്നുള്ളൊരു അഭ്യൂഹമാണ്, ഒരു റിപ്പോർട്ടാണ് നിലവിൽ എന്തായാലും ലഭിക്കുന്നത്. എന്തായാലും അടുത്ത മാസത്തേക്ക് നീളാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിന്റെ അടക്കം അന്തിമഘട്ട കാര്യങ്ങൾ തന്നെയായിരിക്കണം ഇന്ന് രാത്രി ഇപ്പോൾ അമിത്ഷായുടെ വസതിയിൽ ചേർന്നിട്ടുള്ള യോഗത്തിൽ ചർച്ചയാകുന്നത്. യോഗം ചേർന്ന് സംസാരിക്കുന്നതും തീരുമാനമെടുക്കുന്നതും. ഇതിനുശേഷം ഈ 2 നേതാക്കളും ഇന്നോ നാളെ രാവിലെ തന്നെ മഹാരാഷ്ട്രയിലേക്ക് മടങ്ങും. അവിടെ വെച്ച് ഒരു ഔദ്യോഗിക പ്രഖ്യാപനം എന്നുള്ള കാര്യമാണ് ഫട്നാവിസും അതുപോലെ തന്നെ ഷിൻഡെയും അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഈ ചർച്ചകൾ പൂർത്തിയാക്കി ഈ സർക്കാർ രൂപീകരണത്തിൽ അടക്കം ഒരു അന്തിമ ഫോർമുല ഫൈനലൈസ് ചെയ്യാനായിട്ട് നേതാക്കൾക്ക് സാധിക്കുമെന്നുള്ളതാണ് നിലവിൽ വിലയിരുത്തപ്പെടുന്നത്. ശരി അർജുൻ, എന്തായാലും ദേവേന്ദ്ര ഫട്നാവിസ് തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. സർക്കാർ രൂപീകരണത്തിന്റെ അന്തിമഘട്ട ചർച്ചകൾ അമിത്ഷായുടെ വസതിയിൽ പുരോഗമിക്കുകയാണ്.